കഴിഞ്ഞ വീഡിയോ പറഞ്ഞു നിർത്തിയത് ഒരാൾ പുതിയൊരു സ്റ്റോക്ക് വാങ്ങുന്ന സമയം കടന്നു പോകുന്ന ഫ്ലോ ചാർട്ടിനെ കുറിച്ചായിരുന്നല്ലോ. ഇനി വിശദമായി എങ്ങനെ വാങ്ങാം, വിൽക്കാം എന്ന് പറയാം. സ്റ്റെപ്പ് 1, ഓഹരി അല്ലെങ്കിൽ ഷെയർ വാങ്ങാൻ ആദ്യം നമുക്ക് ഒരു അക്കൗണ്ട് വേണം. ഇതിനെ ഡിമാറ്റ് അക്കൗണ്ട് എന്നാണ് പറയുക. എന്നാൽ മ്യൂച്വൽ ഫണ്ട് വാങ്ങാൻ അല്ലെങ്കിൽ SIP തുടങ്ങാൻ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് വേണ്ട. നമ്മൾ വാങ്ങുന്ന സ്റ്റോക്ക് പണ്ടൊക്കെ പേപ്പർ ഫോമിലായിരുന്നല്ലോ, ഇപ്പോൾ ഡിജിറ്റലായി. ഇതാണ് ഡിമാറ്റ്. ഫിസിക്കൽ സർട്ടിഫിക്കറ്റിനെ ഡിമെറ്റീരിയലൈസ്ഡ് ഫോമിൽ ഇലക്ട്രോണിക് ബുക്ക് കീപ്പിംഗ് ആയി സൂക്ഷിക്കുന്നു. ആരാണ് ബ്രോക്കർ? ഏതാണ് നല്ല ബ്രോക്കർ? മുമ്പ് പറഞ്ഞല്ലോ, നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും നേരിട്ട് വാങ്ങാൻ അനുവാദമില്ല. അതിനാൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നമുക്കൊരു നല്ല രജിസ്റ്റേർഡ് ബ്രോക്കർ വേണം. ഇവരെ ബ്രോക്കർ എന്നല്ല വിളിക്കുന്നത്, ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് അല്ലെങ്കിൽ DP എന്നാണ്. എന്തുകൊണ്ട്? ഇവരാണ് സ്റ്റോക്ക് സൂക്ഷിക്കുന്ന ഡെപ്പോസിറ്ററിയുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന പാർട്ടിസിപ്പൻറ്റ്. ബ്രോക്കർമാർ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫുൾ സർവീസ് ബ്രോക്കർ, 2 ഡിസ്കൗണ്ട് ബ്രോക്കർ. ഡിസ്കൗണ്ട് ബ്രോക്കറും ഫുൾ സർവീസ് ബ്രോക്കറും തമ്മിലുള്ള വ്യത്യാസം പറയാം. ഒരു പൂർണ്ണ സേവന ബ്രോക്കറെ അപേക്ഷിച്ച് കുറഞ്ഞ കമ്മീഷൻ നിരക്കിൽ ഓർഡറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റോക്ക് ബ്രോക്കറാണ് ഡിസ്കൗണ്ട് ബ്രോക്കർ. ഒരു ഡിസ്കൗണ്ട് ബ്രോക്കർ ഒരു പൂർണ്ണ സേവന ബ്രോക്കറെ പോലെ വ്യക്തിപരമായ നിക്ഷേപ ഉപദേശം നൽകുന്നില്ല. അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിന് വേണ്ടി അവർ കൈവശം വച്ചിരിക്കുന്ന സ്റ്റോക്ക് വിശകലനം നടത്തുന്നില്ല, വേണ്ട ഉപദേശം കൊടുക്കുന്നില്ല. അതിനാൽ ചാർജ് കുറവാകും. പോപ്പുലർ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ഗ്രോ, സെറോദ, 5 പൈസ, അപ്സ്റ്റോക്ക് ഇവയൊക്കെയാണ്. ഇനി നമുക്ക് ഉപദേശം കൂടി വേണമെങ്കിൽ ഫുൾ സർവീസ് ബ്രോക്കറെ സെലക്ട് ചെയ്യാം. ഏഞ്ചൽ 1, ICICI ഡയറക്റ്റ്, HDFC സെക്യൂരിറ്റീസ്, കൊട്ടാക് സെക്യൂരിറ്റീസ്, മോത്തിലാൽ ഒസ്വാൾ, ഷേർഖാൻ, ആക്സിസ് ഡയറക്റ്റ്, ഇങ്ങനെ പല ഫുൾ സർവീസ് ബ്രോക്കർമാരുമുണ്ട്. എന്തുകൊണ്ട് സെറോദ അല്ലെങ്കിൽ ഗ്രോ കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്നു? 3 കാരണം. പല ഫുൾ സർവീസ് ബ്രോക്കർക്കും രജിസ്ട്രേഷൻ ഫീസ് കൂടുതലാണ്. ഡിസ്കൗണ്ട് ബ്രോക്കർ 0 മുതൽ 300 രൂപ വരെ മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ. ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ബൈ ഓർ സെല്ലിന് സ്റ്റോക്കിൻ്റെ വിലയുടെ 0.3% മുതൽ 0.5% വരെ ഫുൾ സർവീസ് ബ്രോക്കർ ചാർജ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ബ്രോക്കർ ഒരു ഫിക്സഡ് എമൗണ്ട്, ഉദാഹരണം എത്ര വിലയുള്ള എത്ര സ്റ്റോക്ക് ആയാലും 20 രൂപ മാത്രം. അവരുടെ മൊബൈൽ ആപ്പ് വളരെ ഈസി ടു യൂസ് ആണ്. നമ്മുടെ മൊബൈൽ ഫോൺ വഴി ഈസിയായി ഉപയോഗിക്കാം. എങ്ങനെ തുടങ്ങാം? സ്റ്റെപ്പ് 1, സെറോദ അല്ലെങ്കിൽ ഗ്രോ പോലെയുള്ള നല്ലൊരു DP വഴി ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങുക. അതിന് 3+2 കാര്യം വേണം. ഒരു നല്ല മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ. നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഫോൺ നമ്പർ ഇവ ലിങ്ക് ചെയ്യണം. പുതിയ പാൻ കാർഡ് എടുക്കുന്നവർക്ക് ഓട്ടോമാറ്റിക്കായി ലിങ്കിങ് നടക്കും. പഴയ പാൻ കാർഡ് ഫ്രീ ആയി ലിങ്ക് ചെയ്യാനുള്ള സമയം കഴിഞ്ഞു. ഇതുവരെ ചെയ്തില്ല എങ്കിൽ 1000 രൂപ ഫീസ് കൊടുക്കണം. മൊബൈൽ ആപ്പിൽ നിന്ന് തന്നെ ഇൻകം ടാക്സ് സൈറ്റിലേക്ക് ലിങ്ക് കിട്ടും. അറിയാത്തവർക്കായി ഡീറ്റെയിൽസ് ഇംഗ്ലീഷിലും മലയാളത്തിലും അടുത്ത പേജിൽ കൊടുക്കുന്നുണ്ട്. ലിങ്ക് ചെയ്തു കഴിഞ്ഞാൽ DPയിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം. അതായത് DPയിലുള്ള നമ്മുടെ അക്കൗണ്ടിനെ നമ്മുടെ മൊബൈൽ ഫോൺ, ബാങ്ക് അക്കൗണ്ട്, പാൻ കാർഡ് ഇവയുമായി ലിങ്ക് ചെയ്യണം. ഇത് ആപ്പ് വഴി എളുപ്പത്തിൽ ചെയ്യാം. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ. 1, മൊബൈൽ നമ്പർ കറക്റ്റ് ആയിരിക്കണം. ബാങ്കിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ തന്നെ ഉപയോഗിക്കുന്നതാണ് ഉചിതം. പാൻ കാർഡ് നമ്പർ കറക്റ്റ് ആയിരിക്കണം. ബാങ്ക് അക്കൗണ്ട് നമ്പർ ശരിയാണെന്ന് ഉറപ്പുവരുത്തണം. ബാങ്ക് അക്കൗണ്ട് നമ്പർ മൊബൈൽ നമ്പർ ഉപയോഗിച്ചോ പാൻ കാർഡ് നമ്പർ ഉപയോഗിച്ചോ ആണ് മിക്ക മൊബൈൽ ആപ്സും ഓട്ടോമാറ്റിക്കായി കണ്ടുപിടിക്കുന്നത്. തെറ്റാതെ നോക്കുക. ഇവ 3ഉം അടുത്ത് വച്ചിട്ടോ എഴുതിയിട്ടിട്ടോ മാത്രമേ രജിസ്ട്രേഷൻ പ്രോസസ്സ് തുടങ്ങാവൂ. ഇനി കുറച്ച് സംശയം തീർത്തു തരാം. ആദ്യമേ പറയട്ടെ, എല്ലാ ഷെയർ മാർക്കറ്റ് ഇടപാടുകൾക്കും റിസ്ക് ഉണ്ട്. കാരണം മാർക്കറ്റ് പെർഫോമൻസ് പല ഫാക്ടേഴ്സിനെ ആശ്രയിച്ചാണ്. യുദ്ധം, ഭൂമി കുലുക്കം, ബാങ്ക് തകർച്ച, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, റിസഷൻ ഒക്കെ നമ്മുടെ നിക്ഷേപത്തെ ദോഷകരമായി ബാധിക്കും. കാരണം അവയൊക്കെ മാർക്കറ്റിനെ സ്വാധീനിക്കും. അതിനാൽ
എല്ലാ പൈസയും മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു തുടക്കക്കാരൻ നിക്ഷേപിക്കുന്നത് റിസ്ക് തന്നെയാണ്. പ്രായത്തെ അടിസ്ഥാനമാക്കി എങ്ങനെ പോർട്ട്ഫോളിയോ ഉണ്ടാക്കാമെന്ന് ഈ വീഡിയോ പറയുന്നുണ്ട്. ഒന്നാമത്തെ സംശയം, എൻ്റെ പൈസ സേഫ് ആണോ? 100%. ഭാരതത്തിലെ സ്റ്റോക്ക് മാർക്കറ്റ് പൂർണ്ണമായും സെബിയുടെ അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്. നമുക്ക് 2 സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടെന്ന് മുകളിൽ പറഞ്ഞല്ലോ, ദ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ദ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മൾ ബ്രോക്കർ വഴിയാണ് സ്റ്റോക്ക് വാങ്ങുന്നതെങ്കിലും അവരുമായല്ല നമ്മൾ ഇടപാട് നടത്തുന്നത്. അവർ ത്രൂ ആണ് എന്നേ ഉള്ളൂ. കാരണം നമുക്ക് നേരിട്ട് എക്സ്ചേഞ്ചിൽ നിന്ന് ഷെയർ വാങ്ങാൻ സാധിക്കില്ല. നമ്മുടെ പൈസ FD ഇടുമ്പോൾ ബാങ്ക് സൂക്ഷിക്കുന്നത് പോലെ നമ്മുടെ ഷെയർ സൂക്ഷിക്കാൻ 2 സ്റ്റോക്ക് ഡിപ്പോസിറ്ററി ഉണ്ട്. നാഷണൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററി ലിമിറ്റഡ്, സെൻട്രൽ ഡിപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ്. ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങുക എന്നാൽ നമ്മൾ ഈ പറഞ്ഞ ഒന്നിലാണ് അക്കൗണ്ട് തുടങ്ങുന്നത്. ബ്രോക്കർ വഴി മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് മാത്രം. നമ്മൾ സ്റ്റോക്ക് വിൽക്കും വരെ ഈ ഡിപ്പോസിറ്ററിയാണ് നമ്മുടെ ഷെയർ സൂക്ഷിക്കുക, സേഫായി. രണ്ടാമത്തെ സംശയം, എൻ്റെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം സേഫാണോ? എൻ്റെ മ്യൂച്വൽ ഫണ്ട് പ്രൊവൈഡർ നാളെ മുങ്ങിയാൽ എൻ്റെ പൈസ പോകുമോ? എല്ലാ മ്യൂച്വൽ ഫണ്ട് പ്രൊവൈഡേഴ്സിനും മുകളിൽ ഒരു ട്രസ്റ്റി ഉണ്ടാവും. ഈ ട്രസ്റ്റികൾ മ്യൂച്വൽ ഫണ്ട് പ്രൊവൈഡേഴ്സ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു. മൂന്നാമത്തെ സംശയം, എന്താണ് സെൻസെക്സ്, നിഫ്റ്റി അല്ലെങ്കിൽ ഇൻഡെക്സ്? നമുക്ക് 2 സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടെന്നും ഓരോന്നിലും എത്ര കമ്പനികൾ വീതം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയില്ല എങ്കിൽ അതിനർത്ഥം താങ്കൾ എഴുതിയിട്ടില്ല എന്നാണ്. ഇനി നമ്മുടെ ഓർമ്മശക്തിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കരുത്, എഴുതിയിട്ട് പഠിക്കുക. വി ആർ ബാക്ക് ടു സ്കൂൾ. അന്ന് ചെയ്തതൊക്കെ വീണ്ടും ചെയ്യണം. മിക്ക കമ്പനികളും 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ഈ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെയും നന്നായി പെർഫോം ചെയ്യുന്ന ലാർജ് ക്യാപ് കമ്പനികളെ 6 മാസത്തിലൊരിക്കൽ ഇവാലുവേറ്റ് ചെയ്ത് ഒരു ഗ്രൂപ്പ് ആക്കുന്നു. നന്നായി പോകുന്നോ അതോ മോശമാണോ എന്ന് നമുക്കറിയണ്ടേ, പൈസ മുടക്കുന്ന ആൾ എന്ന നിലയിൽ. അതിന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടാക്കിയ ഇൻഡെക്സ് ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെൻസിറ്റീവ് ഇൻഡെക്സ് അഥവാ സെൻസെക്സ്. അതിൽ 30 കമ്പനികളുണ്ട്. അതേപോലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടാക്കിയ ഇൻഡെക്സ് ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 50 അഥവാ നിഫ്റ്റി. ഇതിൽ 50 കമ്പനികളുണ്ട്. നാലാമത്തെ സംശയം, നിഫ്റ്റി 50 കമ്പനികൾ എത്ര സേഫ് ആണ്? ഭാരതത്തിലെ ഏറ്റവും നല്ല കമ്പനികളെ ഈ ഗ്രൂപ്പിൽ വരും. പെർഫോമൻസ് മോശമായാൽ അവർ പുറത്തു പോകും. ഈ ലിസ്റ്റിലുള്ള കമ്പനികൾ ലിസ്റ്റിന് പുറത്ത് പോവാതിരിക്കാൻ എപ്പോഴും കെയർഫുൾ ആയിരിക്കും. ഇതുതന്നെയാണ് ടോപ്പ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് കമ്പനികളുടെയും ഉറപ്പ്. നല്ല കമ്പനി നോക്കി ഷെയർ വാങ്ങുക. സഹായിക്കാൻ അറിവുള്ളവർ ധാരാളമുണ്ടല്ലോ ഇപ്പോൾ. അഞ്ചാമത്തെ സംശയം, മ്യൂച്വൽ ഫണ്ടാണോ സ്റ്റോക്കാണോ നല്ലത്? മറുപടി, രണ്ടും നല്ലതാണ്. ഒറ്റ വ്യത്യാസം, സ്റ്റോക്ക് വാങ്ങുക എന്നാൽ ഏതെങ്കിലും കമ്പനിയുടെ ഓഹരി വാങ്ങുക എന്നാണെന്നറിയാമല്ലോ. അത് മിനിമം 1 ഷെയറെങ്കിലും വാങ്ങണം. 10 രൂപ മുതൽ 1 ലക്ഷത്തിന് മുകളിൽ വരെ വിലയുള്ള സ്റ്റോക്കുണ്ട്. മലയാള മനോരമ ഗ്രൂപ്പിന്റെ MRF ആണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും വില കൂടിയ സ്റ്റോക്ക്. ഇപ്പോൾ 1 ലക്ഷത്തിന് മുകളിലാണ് വില. എന്നാൽ ആർക്കും യോജിച്ച നല്ല ധാരാളം സ്റ്റോക്ക് 50 രൂപ മുതൽ 5000 രൂപ വരെ റേഞ്ചിൽ കിട്ടും. സമയക്കുറവും പൈസ കുറവും അറിവ് കുറവുമുള്ള സാധാരണ ആളുകളിൽ നിന്നും 100 രൂപ 500 രൂപ 1000 രൂപ ഇങ്ങനെ ശേഖരിച്ച് വലിയ തുകയാക്കി ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി പല സെക്ടർ കമ്പനികളുടെ ഷെയർ ബൾക്കായി വാങ്ങുന്നു. നമ്മൾ ചെയ്യും പോലെ തന്നെ വില കുറയുമ്പോൾ വാങ്ങുന്നു, ലാഭത്തിന് വിൽക്കുന്നു. അങ്ങനെ ഫണ്ടിന്റെ വാല്യൂ കൂട്ടുന്നു. ഇത് ചെയ്യാൻ നല്ല ഫണ്ട് മാനേജേഴ്സ് ഉണ്ടാവും. അവരുടെ ജോലി മാർക്കറ്റ് പഠിച്ചു വാങ്ങുക, വിൽക്കുക, ലാഭമുണ്ടാക്കുക എന്നതാണ്. ഇപ്പോൾ 12% മുകളിൽ റിട്ടേൺ തരുന്ന ധാരാളം മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. കമ്പനി ഷെയർ കൂടാതെ സ്വർണം, വെള്ളി, റിയൽ എസ്റ്റേറ്റ് ഇതിലൊക്കെ മ്യൂച്വൽ ഫണ്ട് വഴിയോ അതിൻ്റെ തന്നെ മറ്റൊരു ഫോമായ ETF വഴിയോ ഇൻവെസ്റ്റ് ചെയ്യാം. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, സ്റ്റോക്ക് എന്നാൽ നമ്മൾ നേരിട്ട് ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആവുന്നു. മ്യൂച്വൽ ഫണ്ട് എന്നാൽ പല കമ്പനികളിലോ സ്വർണം പോലെയുള്ള കമ്മോഡിറ്റികളിലോ നമ്മൾ നേരിട്ടല്ലാതെ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ്. ഇതിൽ നമുക്ക് യാതൊരു നിയന്ത്രണവുമില്ല.
രണ്ടിലും ലാഭം വരാം, നഷ്ടം വരാം. നന്നായി നോക്കി വാങ്ങിയാൽ നഷ്ടമുണ്ടാവില്ല. ഏറ്റവും പ്രധാന ചോദ്യം, മ്യൂച്വൽ ഫണ്ടാണോ സ്റ്റോക്കാണോ കൂടുതൽ നല്ലത്? എപ്പോഴും സ്റ്റോക്ക് തന്നെ, നേരിട്ട് ചെയ്യാൻ പഠിച്ചാൽ. എന്തുകൊണ്ട്? നമ്മുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായതുകൊണ്ട്. 3 നല്ല ഹൈ ക്യാപ്പ്, 3 നല്ല മിഡ് ക്യാപ്പ്, 3 നല്ല സ്മോൾ ക്യാപ്പ് ഷെയർ കണ്ടുപിടിച്ചു വാങ്ങി അക്കൗണ്ടിലിടുക. പൈസ കിട്ടുമ്പോഴൊക്കെ ഇതേ സ്റ്റോക്ക് കൂടുതൽ വാങ്ങുക. പതുക്കെ ഈ വീഡിയോ പറയുന്ന പ്രിൻസിപ്പിൾ ഉപയോഗിക്കുക. സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുക. മിസ്റ്റർ ഡി ചെയ്ത പോലെ DP വഴി വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞല്ലോ. തുടക്കത്തിൽ ഒത്തിരി സ്റ്റോക്ക് വാങ്ങാൻ നോക്കരുത്. പൈസ കുറവാണെങ്കിൽ ഓരോ മാസവും 1-2 സ്റ്റോക്ക് വാങ്ങിയാൽ മതി. ഷെയർ മാർക്കറ്റ് SIP പോലെയല്ല, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ വാങ്ങിയാൽ മതി. 6ാമത്തെ സംശയം, എനിക്ക് ലോങ് ടേം അല്ലാതെ പൈസ ഉണ്ടാക്കാൻ സാധിക്കില്ലേ? തീർച്ചയായും അതിന് 3 വഴിയുണ്ട്. 1, ഇൻട്രാഡേ ഓർ ഡേ ട്രേഡിംഗ്. സാധാരണ ബ്രോക്കർമാർ ചെയ്യുന്ന ട്രേഡിംഗ്. ഓരോ ദിവസവും വില കുറയുമ്പോൾ വാങ്ങി ചെറിയ ലാഭത്തിന് അന്ന് തന്നെ വിൽക്കുന്ന രീതി. നിങ്ങൾ ചെയ്യരുത് എന്നാണ് എൻ്റെ സജഷൻ. 2, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്. ഇത് സ്റ്റോക്ക് മാർക്കറ്റിലെ റിയൽ ഗാംബ്ലിംഗ് ആണ്. അറിയാമെങ്കിൽ കോടികൾ ഉണ്ടാക്കാം, അറിയില്ല എങ്കിൽ ആത്മഹത്യ ചെയ്യാം. എല്ലാം പോയി കിട്ടും. ബോധപൂർവം ഞാൻ അതിൻ്റെ വഴിക്ക് വിടുന്നു. സ്വിംഗ് ട്രേഡിംഗ്. എല്ലാ വർഷവും 2-3 തവണ സ്റ്റോക്കിൻ്റെയൊക്കെ വില കുറയും. വില കുറയുമ്പോൾ വാങ്ങുക, വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ എടുക്കും. വില കൂടുന്ന സമയം നോക്കി വിൽക്കുക. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട 2 ഡിസിപ്ലിൻ. 1, ക്ഷമ കാണിക്കുക. ഇടയ്ക്കിടെ മാർക്കറ്റ് മൂവ്മെന്റ് ശ്രദ്ധിക്കുക. അവസരം അറിയാതെ പോകരുത്. 2, വേണ്ട മിനിമം പ്രോഫിറ്റ് മാർജിൻ ആദ്യമേ നിശ്ചയിക്കുക. ഞാൻ 10% കൂടിയാൽ വിൽക്കും, അല്ലെങ്കിൽ ഞാൻ 15% ആയാലേ വിൽക്കൂ. ഇത് തീരുമാനിക്കുക. പഠിച്ച് മുന്നോട്ട് വളരുക. 7ാമത്തെ സംശയം, നിക്ഷേപം എവിടെ തുടങ്ങണം? നമുക്ക് നല്ലതാണെന്ന് തോന്നുന്ന കമ്പനികളിൽ നിക്ഷേപിക്കുക. കൂടുതൽ ഡീപ്പായി പോകാൻ എന്ത് ചെയ്യണമെന്നറിയാൻ ഈ 2 ഗുരുവും ഞാനും വീഡിയോകൾ പലതവണ കാണുക. പോയിന്റ്സ് എഴുതിയിടുക. അതേപോലെ എന്താണ് പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ, ഏണിംഗ് പെർ ഷെയർ, ഇവയൊക്കെ മനസ്സിലാക്കുക. സ്റ്റോക്ക് വാങ്ങാനും വിൽക്കാനും സമയം കുറവുള്ള ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന നല്ല ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് GTT, ഗുഡ് ടിൽ ട്രിഗേഡ്. നമ്മൾ വാങ്ങാനുള്ള ഒരു വില നിശ്ചയിച്ച് GTT സെറ്റ് ചെയ്താൽ നമ്മൾ ബിസി ആണെങ്കിലും വില എവിടെ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായി വാങ്ങും, വിൽക്കുകയും ചെയ്യാം. ഇതിന് 1 വർഷം കാലാവധിയുണ്ട്. 8ാമത്തെ സംശയം, ഏറ്റവും സേഫായി ചെയ്തു തുടങ്ങാൻ എന്താണ് വഴി? നല്ല ഇൻഡെക്സ് ഫണ്ടുകൾ അല്ലെങ്കിൽ സ്റ്റോക്സ് വാങ്ങിത്തുടങ്ങുക. കൊല്ലുന്ന ലാഭം കിട്ടിയില്ല എങ്കിലും നഷ്ടം വരില്ല. വാറൻ ബഫറ്റിന്റെ 3 മണി റൂൾസ് മറക്കാതെ ജീവിക്കുക. റൂൾ നമ്പർ 1, ഡോണ്ട് ലൂസ് യുവർ ക്യാപിറ്റൽ. റൂൾ നമ്പർ 2, ഡോണ്ട് ലൂസ് യുവർ ക്യാപിറ്റൽ. റൂൾ നമ്പർ 3, ഡോണ്ട് ലൂസ് യുവർ ക്യാപിറ്റൽ. സംശയം 9, സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, ലാർജ് ക്യാപ്പ്, ഇതിൽ ഏതാണ് നല്ലത്? നിങ്ങൾക്ക് കൂടുതൽ റിസ്ക് എടുക്കാനുള്ള കഴിവും തൻ്റെ ഇടവും ലോങ് ടേം കാഴ്ചപ്പാടും ഉണ്ടെങ്കിൽ സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകൾ വലിയ കമ്പനികളെക്കാൾ വേഗത്തിൽ വളരാൻ കഴിയുന്നതിനാൽ കാലക്രമേണ ബിഗ് ക്യാപ്പുകളെ മറികടക്കാൻ പ്രവണത കാണിച്ചേക്കാം. ബിഗ് ക്യാപ്പ് കമ്പനികൾ ഓൾറെഡി വളർന്ന താപ്പാനകളാണ്. അവയ്ക്ക് ഒരു വലിയ ഗ്രോത്ത് ഉണ്ടാവില്ല, എന്നാൽ സ്റ്റേബിൾ ഗ്രോത്ത് ഉണ്ടാവും. അതിനാൽ സേഫ്റ്റി, സ്റ്റേബിളായ മാർക്കറ്റ് വാല്യൂ, ഡിവിഡൻ വരുമാനം ഇവയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ബിഗ് ക്യാപ്സ് തന്നെയാണ് അനുയോജ്യം. 10ാമത്തെ സംശയം, സമ്പത്ത് കൂട്ടാൻ അടുത്ത ലെവൽ എന്ത് ചെയ്യണം? ജോഗ്രാഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ നടത്തുക. നല്ല 3-4 US സ്റ്റോക്കിൽ കൂടി കിട്ടുന്ന പൈസ നിക്ഷേപിക്കുക. ഇന്ത്യൻ മാർക്കറ്റിനേക്കാൾ സ്റ്റേബിളാണ് US മാർക്കറ്റ്. ഇവിടെ ഒരു ഗുണവുമുണ്ട്. ഇന്ത്യയിൽ നമുക്കൊരു സ്റ്റോക്ക് വാങ്ങണമെങ്കിൽ ഒരു ഫുൾ സ്റ്റോക്ക് വാങ്ങണം. എന്നാൽ US-ൽ ഒരു ഫുൾ ഷെയർ വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഷെയർ വാങ്ങാം. ഇത് ഈ വീഡിയോ കവർ ചെയ്തിട്ടുണ്ട്. വാങ്ങാനും വിൽക്കാനും IND മണി പോലെയുള്ളവർ സഹായിക്കും. ഓർക്കുക, ഗ്രീഡ് പാടില്ല, പേഷ്യൻസ് വേണം, കഴിയുന്നത്ര പഠിക്കണം, അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി മാക്സിമം സേവ് ചെയ്യണം, സംശയങ്ങൾ ചോദിക്കണം, നല്ല കമ്പനി, നല്ല മ്യൂച്വൽ ഫണ്ട് ഇവ ഐഡന്റിഫൈ ചെയ്യണം. അറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ചോ സ്വയം ഗൂഗിൾ സെർച്ച് നടത്തിയോ അവ കണ്ടുപിടിക്കാം.
റിസ്ക് കുറയ്ക്കണം. സാധിക്കുമെങ്കിൽ ലോങ് ടേമായി തന്നെ തുടങ്ങുക. അത്യാവശ്യത്തിന് വെച്ചിരിക്കുന്ന പൈസ കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപം നടത്തരുത്. നഷ്ടപ്പെട്ടാലും നിങ്ങളെ തകർക്കില്ല എന്നുറപ്പുള്ള പൈസയിൽ തുടങ്ങുക. സമാധാനം കിട്ടും. ഇൻഫ്ലേഷനെ എങ്ങനെ മറികടക്കാം? എല്ലാ വർഷവും വരുമാനം കൂടുന്നതനുസരിച്ച് 10% കൂടുതൽ നിക്ഷേപിക്കുക. 6% ഇപ്പോൾ ഇൻഫ്ലേഷൻ. കൂടുതൽ ഏൺ ചെയ്യുക, കൂടുതൽ സേവ് ചെയ്യുക. നന്നായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുക. പതുക്കെ കൂടുതൽ മനസ്സിലാവും. അങ്ങനെ നമുക്കും കൂടുതൽ സമ്പാദിക്കാം, വിജയിക്കാം. ഉയരങ്ങളിൽ കണ്ണുവയ്ക്കുക. ഒന്നും നമ്മുടെ വഴിയിൽ തടസ്സമാവരുത്. അടുത്ത വീഡിയോ ഒരു ബോണസ് വീഡിയോ ആണ്. അത് വൈകാതെ അപ്ലോഡ് ചെയ്യാം. അതിൽ ഗ്രോ ആപ്പ് ഉപയോഗിച്ച് വാങ്ങുന്ന രീതി നന്നായി പറയാം. അപ്പോൾ SIP ആയോ ലംസമായോ മ്യൂച്വൽ ഫണ്ട് എങ്ങനെ വാങ്ങാമെന്ന് മനസ്സിലാവും. കൂടാതെ സ്റ്റോക്ക് വാങ്ങുന്ന രീതിയും പറയാം. ഇത് അറിഞ്ഞാൽ മറ്റ് ആപ്പ് വഴി വാങ്ങുന്നതും എളുപ്പമാവും. അടിസ്ഥാനപരമായി എല്ലാം സെയിമാണ്. ഓർക്കുക, ഇത്തരം ഒരു പബ്ലിക് വീഡിയോയും ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് റെക്കമെൻഡ് ചെയ്യില്ല. അതിന് പല തടസ്സങ്ങളുണ്ട്. അതിനാൽ കൂടുതൽ അറിയാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നന്നായി സഹായിക്കാൻ മനസ്സുള്ള ധാരാളം ചെറുപ്പക്കാർ അതിൽ ഓൾറെഡി ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ 3 കാര്യം ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഉപകാരപ്പെടും എന്ന് താങ്കൾ വിശ്വസിക്കുന്ന അടുത്ത ആളുകൾക്ക് ഷെയർ ചെയ്യുക. ഇനിയും എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിക്കാൻ മടിക്കാതിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ടതും സേവിങ്ങുമായി ബന്ധപ്പെട്ടതുമായ ധാരാളം വീഡിയോ ഗുരുവും ഞാനും ചാനലിലുണ്ട്. ഒന്നൊന്നായി കാണുക. ഇനിയും ഇതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ അടുത്ത വീഡിയോ അതുകൂടി പറയാം. അടുത്ത വെള്ളിയാഴ്ച ഒരു പുതിയ വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.